ജയിലിലേക്കല്ല, ബിലാസ്പൂർ എൻഐഎ കോടതിയിൽ നിന്ന് മെയിലായിട്ട് മജിസ്ട്രേറ്റ് കോടതിയിലേക്കാണ് ആദ്യം എത്തേണ്ടത്. ജാമ്യം ലഭിച്ചു എന്നുള്ള കാര്യങ്ങൾ. അതിന് പിന്നാലെ അവിടെ നിന്ന് നേരിട്ട് തന്നെ ഈ പകർപ്പ് ദുർഗ് ജയിലിലേക്ക് എത്തിക്കും. മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് നേരിട്ടാണ് ദുർഗ് ജയിലിലേക്ക് ജാമ്യത്തിന്റെ ലഭിച്ചതെന്നുള്ള വിവരങ്ങൾ എത്തിക്കുക. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നീടുള്ള നടപടികൾ നടക്കുക. ജയിൽ സൂപ്രണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. രാത്രി 8:30 എപ്പോൾ വേണമെങ്കിൽ ഇത് കൊണ്ടുവന്നാലും ഉടൻ തന്നെ നടപടികൾ പൂർത്തിയാക്കി അവരെ ജയിൽ മോചിതരാക്കുമെന്ന് തന്നെയാണ് ജയിൽ സൂപ്രണ്ട് അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇനി ഉള്ളത്. എന്തായാലും ഏത് നിമിഷവും ആ കോടതിയുടെ പകർപ്പ് ജയിലിലേക്ക് എത്താം. എന്തായാലും അല്പസമയത്തിനകം തന്നെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂടി ഇങ്ങോട്ട് എത്തുന്നുണ്ട്. UDF നേതാക്കളെല്ലാം എത്തിയിട്ടുണ്ട്. ഈ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ക്രെഡിറ്റിന് വേണ്ടിയുള്ള പോരാട്ടം കൂടി ജയിലിന് മുന്നിൽ സാക്ഷിയാന്നുള്ള കാര്യം കൂടി നമ്മൾ പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും അവകാശവാദങ്ങൾ എല്ലാവരും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ കന്യാസ്ത്രീകളുടെ പോരാട്ടം അതൊരിക്കലും മറക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ 8 ദിവസം തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് അവർ ഈ ജയിലിനുള്ളിൽ അവരുടെ പോരാട്ടം മുന്നോട്ട് വെച്ചത്. എന്തായാലും നിയമ നടപടികൾ അവർക്ക് മുന്നിലുണ്ട്. അത് പക്ഷേ അവർ ഈ ജയിലിൽ കഴിഞ്ഞ 8 ദിവസവും നടത്തിയ പോരാട്ടത്തിന്റെ മുകളിലായിരിക്കില്ല എന്ന് തന്നെയാണ് അവരുടെ ബന്ധുക്കളും അതുപോലെ തന്നെ സഭാ നേതൃത്വം അടക്കം വ്യക്തമാക്കുന്നത്. അജി, ഒപ്പം തന്നെ ഈ കർശന ഉപാധികൾ വെച്ചിട്ടുണ്ട്. അതിൽ പാസ്പോർട്ട് അടക്കം കോടതിയിൽ സമർപ്പിക്കണം, രാജ്യം വിട്ടു പോകാൻ പാടില്ല, മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള കർശന ഉപാധികളൊക്കെ വെക്കുകയാണ്. അങ്ങനെയാണ് ഈ ജാമ്യം നൽകിയിരിക്കുന്നതും. അപ്പോൾ ഈ കേസ് റദ്ദാക്കണമെന്ന ആവശ്യം ഇപ്പോൾ സഭാ നേതൃത്വം അടക്കം ഉന്നയിക്കുന്നുമുണ്ട്. KCBC പ്രസിഡന്റ് അടക്കം CBC പ്രസിഡന്റ് അടക്കം ആ കാര്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്, കേസ് റദ്ദാക്കണമെന്ന്. പക്ഷേ കേസ് റദ്ദാക്കാനല്ല, മറിച്ച് NIA തന്നെ ഇത് അന്വേഷിക്കണം എന്ന തലത്തിലാണ് എതിർഭാഗം അവിടെ കോടതിയിൽ വാദിക്കുന്നത്. അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു അന്വേഷണമായിരിക്കും ഇനിയും മുന്നോട്ടുള്ള തലങ്ങളിൽ NIA കൊണ്ടുപോകാനുള്ള സാധ്യതയുള്ളത് അരവിന്ദ്? എന്തായാലും കേസ് ഇപ്പോൾ NIA കോടതിയുടെ പരിഗണനയിലാണ്. NIAയുടെ കോർട്ടിലേക്ക് തന്നെ കേസ് എത്തുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും 7 ഉപാധികൾ, ജാമ്യവുമായി ബന്ധപ്പെട്ട് 7 ഉപാധികളാണ് കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിൽ 50,000 രൂപയും 2 ആൾജാമ്യവുമുണ്ട്. NIA കോടതിയുടെ അനുമതിയില്ലാതെ രാജ്യം വിട്ടുപോകാൻ പാടില്ല, പാസ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിക്കണം, കന്യാസ്ത്രീകൾ താമസിക്കുന്ന സ്ഥലം NIA അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിക്കണം, അതുപോലെ തന്നെ 2 ആഴ്ചയിൽ ഒരിക്കൽ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ നശിപ്പിക്കുവാനോ സാക്ഷികളെ സ്വാധീനമോ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ മാധ്യമങ്ങളോട് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള പ്രതികരണം നടത്തരുതെന്നുകൂടി ഇപ്പോൾ കോടതിയുടെ ഈ ജാമ്യ ഉപാധികളിൽ മുന്നോട്ട് വച്ചിട്ടുണ്ട്. എന്തായാലും ആ ഉപാധികൾ മുന്നോട്ട് വെച്ചെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഏത് നേരവും എപ്പോൾ വേണമെങ്കിലും സഹകരിക്കണം. അന്വേഷണത്തിന് വിളിപ്പിച്ചാൽ, ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഹാജരാകണമെന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ BJP നേതാക്കൾ ദുർഗ് ജയിലിൽ നിന്ന് പുറത്തു പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഷോൺ ജോർജ് ആണ് ഇപ്പോൾ ദുർഗ് ജയിലിൽ നിന്ന് പുറത്തുപോയത്. രാവിലെ തന്നെ നേതാക്കൾ ഇവിടേക്ക് എത്തിയിരുന്നു. UDF നേതാക്കളുണ്ട്. എന്തായാലും കന്യാസ്ത്രീമാർ പുറത്തിറങ്ങുന്ന സമയത്ത് എല്ലാ നേതാക്കളും എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നമ്മൾ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിരുന്നു. വലിയ സന്തോഷത്തിലാണ് അവർ. കാരണം കഴിഞ്ഞ 4 ദിവസമായി അവർ ഇവിടെയുണ്ട്. വെള്ളിയാഴ്ചയാണ് കന്യാസ്ത്രീകളെ ഇത്തരത്തിൽ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നത്. കാരണം നിർബന്ധിത മതപരിവർത്തനവും അതുപോലെ തന്നെ മനുഷ്യക്കടത്തും ആരോപിച്ചുകൊണ്ട് ബജരംഗ് ദൾ പ്രവർത്തകർ പ്രതിഷേധിക്കുകയും പിന്നാലെ പോലീസും അതുപോലെ ഇതിൽ കേസെടുക്കുകയുമായിരുന്നു. പിന്നീട് അവരെ കോടതിയിൽ ഹാജരാക്കുകയും അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ സെഷൻസ് കോടതിയിൽ അടക്കം അവർക്ക് വഴിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ ആദ്യം ഹൈക്കോടതിയിലാണോ NIA കോടതിയിലാണോ പോകേണ്ടതൊരു സംശയമടക്കം നിലനിന്നിരുന്നു. എന്തായാലും അവസാനം NIA കോടതിയിൽ നിന്ന് അവർക്ക് നീതി ലഭിച്ചു എന്ന് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കുന്നു. ഈ കാത്തിരിപ്പാണ് എപ്പോഴാണ് അവർ പുറത്തിറങ്ങുക. എന്തായാലും ബിലാസ്പൂർ NIA കോടതിയുടെ നടപടിക്രമങ്ങൾ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറി എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇത് സാക്ഷ്യം വെച്ചുകൊണ്ട് നേരിട്ട് തന്നെ ദുർഗ് ജയിലിലേക്ക് പകർപ്പുകൾ എത്തിക്കും. പകർപ്പെത്തി വലിയ കാലതാമസം ഉണ്ടാകില്ല. 8 ദിവസത്തെ 9ാം ദിവസം അവർ ജയിൽ മോചിതരാകാൻ പോവുകയാണ്. അജി.